പടിഞ്ഞാറൻ മടപ്ലാതുരുത്ത് തേവുരുത്തിൽ ശ്രീ ദുർഗാ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് താഴികക്കുട പ്രതിഷ്ഠ നടന്നു. പടിഞ്ഞാറൻ മടപ്ലാതുരുത്ത് 976 നമ്പർ SNDP ശാഖ യോഗം വക തേവുരുത്തിൽ ശ്രീ ദുർഗാ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ താഴികക്കുട പ്രതിഷ്ഠ നടന്നു. മൂത്തകുന്നം ബ്രഹ്മശ്രീ NK സുഗതൻ തന്ത്രികൾ, ഷമിൽ ശാന്തി എന്നിവർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 4-ന് ശനിയാഴ്ച രാത്രി 7:15-നും 8-നും മധ്യയാണ് കൊടികയറ്റം. മെയ് 5-ന് രാവിലെ 5:30-ന് വിഷ്ണുമായ സ്വാമിയിങ്കൽ ഗണപതി ഹവനം, രാവിലെ 9-നും 10-നും മധ്യേ വിഷ്ണുമായ സ്വാമി ഇഷ്ണീര മുത്തപ്പൻ പ്രതിഷ്ഠ, വൈകിട്ട് 7 മണിക്ക് വിഷ്ണുമായ സ്വാമിക്ക് കളമ്പാട്ട്. മെയ് 6-ന് രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, വൈകിട്ട് 7 മണിക്ക് താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് കൈകൊട്ടിക്കളി. മെയ് 7-ന് രാവിലെ 10 മണിക്ക് ഭസ്മക്കളം, വൈകിട്ട് 7 മണിക്ക് യക്ഷിക്കളം, തുടർന്ന് കൈകൊട്ടിക്കളി. മെയ് 8-ന് വൈകിട്ട് 7 മണിക്ക് യക്ഷിക്കളം. മെയ് 9-ന് രാവിലെ 7 മണിക്ക് ദേവി മഹാത്മ്യം, 11:30-ന് അമൃതഭോജനം, വൈകിട്ട് 7 മണിക്ക് കുടുംബ യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. മെയ് 10-ന് രാവിലെ 7 മണിക്ക് ലളിത സഹസ്രനാമാർച്ചന, 8 മണിക്ക് ശ്രീബലി, വൈകിട്ട് 4:30-ന് കാഴ്ച ശ്രീബലി. വെളുപ്പിന് 1-നും 2-നും മധ്യേ ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ. പ്രസിഡന്റ് CS ഷാനവാസ്, സെക്രട്ടറി EP തമ്പി, വൈസ് പ്രസിഡന്റ് TB ബാലഗംഗാധര തിലകൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും.
മടപ്പാതിരുത് 976 ശാഖ SNDP തേവൂരത്തിൽ ദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിലെ 2024 മഹോത്സവം മെയ് 4-ാം തീയതി കൊടിയേറി 10-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കും. ചടങ്ങുകൾ 3-ാം തീയതി വൈകിട്ട് പ്രാസാശുദ്ധി മുളയിടൽ, 4-ാം തീയതി രാവിലെ അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹവനം, വൈകിട്ട് പഞ്ചപുണ്യാഹം കൊടിയേറ്റ്. അതിന് ഇടയ്ക്ക് പഞ്ചവിംശതി കലശാഭിഷേകം. ഭദ്രകാളിക്കും ദുർഗയ്ക്കും പഞ്ചവിംശതി കലശമാണ് 2 ദിവസവും ആറാട്ടോടുകൂടി സമാപിക്കും. 976 നമ്പർ SNDP ശാഖയുടെ കീഴിലുള്ള പടിഞ്ഞാറെ മടപ്ലാതുരത്ത് തേവൂരത്തിൽ ശ്രീ ദുർഗാ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവമാണ് നടക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാവരും ഈ നാടും ഈ ഞങ്ങളുടെ കമ്മിറ്റിക്കാരും എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ ഉത്സവം. ഒരു പ്രത്യേകത കൂടി കൊണ്ട് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നല്ലൊരു മനോഹരമായ ക്ഷേത്രം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പണി കഴിപ്പിക്കാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടും നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി കഴിഞ്ഞതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ എല്ലാവിധത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഉത്സവം ഇത്ര ഭംഗിയാക്കുന്നത്. ഈ വർഷവും അഞ്ചാനയുടെ മഹോത്സവം മെയ് 10-ാം തീയതി കൊണ്ട് 9-ാം തീയതി നമ്മുടെ അന്നദാനം, മഹാ അന്നദാനം 3000 പേർക്കുള്ള അന്നദാനം ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാ ഭക്തജനങ്ങളും നാനാദിക്കിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് വിഷ്ണുമായ സ്വാമിയുടെ ഒരു ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. 4-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനെല്ലാം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രം തന്ത്രികളാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ശാഖാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുക ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടക്കുന്ന ഈ മഹോത്സവത്തിൽ ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് നല്ലൊരു കാവുണ്ട്. ഏറ്റവും ഐശ്വര്യം നിറഞ്ഞൊരു കാവാണ്. സന്താനലബ്ധിക്ക് ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്കെല്ലാം അതിന് അവസരമുണ്ട്. അതുപോലെ തന്നെ മംഗല്യഭാഗ്യം തുടങ്ങിയിട്ടുള്ള ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഫലമുണ്ടായിട്ടുള്ളത് ഏവർക്കും അറിവുള്ളതാണ്.